ഹായ്. ഗ്രിഡിൽ എങ്ങനെയാണ് MLSPമാർ അവരുടെ ഫോം ഫില്ല് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഗ്രിഡ് ഓപ്പൺ ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫെസിലിറ്റി നെയിം ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഫെസിലിറ്റി ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു പേജാണ് വരുന്നത്. ഇവിടെ ടോപ്പിലായിട്ട് ട്രിപ്പിൾ ലൈൻ ഉണ്ട്. ഈ ഒരു ട്രിപ്പിൾ ലൈൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഇവിടെ പേഷ്യൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പേഷ്യൻസിൽ സെർച്ച് പേഷ്യൻ്റ് ഉണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പേജാണ് വരുന്നത്. ഇവിടെ 2 ഓപ്ഷൻസ് ആണുള്ളത്. പുതിയതായിട്ട് പേഷ്യൻറ്റിനെ രജിസ്റ്റർ ചെയ്യാനുള്ള ഫോമിലേക്കുള്ള ആഡ് ന്യൂ പേഷ്യൻ്റ് എന്ന് പറയുന്ന ബട്ടണും, രണ്ടാമത് ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത പേഷ്യൻറ്റിനെ സെർച്ച് ചെയ്യാനുള്ള സെർച്ച് ബാറും. നമ്മൾ വിസിറ്റിന് പോകുമ്പോഴെപ്പോഴും പേഷ്യൻറ്റിനെ സെർച്ച് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ സെർച്ച് ബാറിലായിട്ട് നമ്മൾ ഒരു പേഷ്യൻ്റ് നമ്പർ കൊടുക്കാൻ പോവാണ്. ഇവിടെ കൊടുക്കുമ്പോൾ ഈ നമ്പറിൽ, അതായത് ഈ ഒരു ഫോൺ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേഷ്യൻസിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണിക്കും. അതായത് ഒരു ഫോൺ നമ്പറിൽ ഒന്നിൽ കൂടുതൽ പേഷ്യൻസിനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഏത് പേഷ്യൻ്റിനെയാണോ അന്നേ ദിവസം കാണുന്നത് ആ ഒരു പേഷ്യൻറ്റിൻ്റെ നെയിം സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഞാനൊരു പേഷ്യൻറ്റിൻ്റെ നെയിം സെലക്ട് ചെയ്തു. നെയിം സെലക്ട് ചെയ്യുമ്പോൾ വേരിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്. എപ്പോഴും പേഷ്യൻറ്റിൻ്റെ വേരിഫിക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ ഇയർ ഓഫ് ബർത്ത് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആളുടെ ഇയർ ഓഫ് ബർത്ത് കൊടുത്ത് വെരിഫൈ ചെയ്യുക. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഈ ഒരു പ്രൊഫൈൽ പേജ് ആക്സസ് ആവും. ഇവിടെ നമ്മൾ ക്രിയേറ്റ് എൻകൗണ്ടർ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ എൻകൗണ്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമും ഡേറ്റും എല്ലാം കാണാൻ പറ്റും. നമ്മളുടെ ടൈപ്പ് ഹോം ഹെൽത്ത് ആണെന്നുള്ളത് ഡിഫോൾട്ടായിട്ട് സെലക്ട് ആയിരിക്കും. പിന്നീട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ഇവിടെ കാണിക്കും. എന്നിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് എൻകൗണ്ടർ കൊടുക്കുക. ഈ ഒരു പേജ് വരും. ഇവിടെയാണ് പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എൻകൗണ്ടർ പ്ലാൻഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസിൽ കിടക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ ഈ പ്ലാൻഡ് ചെയ്യുന്ന ഫോം ഫില്ല് ചെയ്തതിന് ശേഷം കംപ്ലീറ്റഡ് ആക്കുമ്പോഴാണ് ഈ ഒരു വിസിറ്റ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം പേഷ്യൻസ് എടുത്ത് സെർച്ച് പേഷ്യൻറ്റിൽ ഫോൺ നമ്പർ കൊടുത്ത് ഫോൺ നമ്പറിൽ നിന്നുള്ള പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്ത് ആളുടെ ഇയർ ഓഫ് ബർത്ത് കൊടുത്ത് വെരിഫൈ ചെയ്തതിന് ശേഷം പ്രൊഫൈൽ ആക്സസ് കിട്ടും. പ്രൊഫൈൽ ആക്സസ് കിട്ടിയതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് എൻകൗണ്ടർ കൊടുത്തു. ക്രിയേറ്റ് എൻകൗണ്ടർ കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു പേജിലെത്തുന്നു. ഈ ഒരു പേജിൽ ഇനി ചെയ്യാനുള്ളത്, ഇവിടെ ഓവർവ്യൂ എന്ന് കൊടുത്തിരിക്കുന്നതിൻ്റെ അകത്ത് 4 ബട്ടൺസ് ഉണ്ട്. ഇവിടെയുള്ള ഫോംസ് സെലക്ട് ചെയ്യണം. ഫോംസ് സെലക്ട് ചെയ്ത് MLSP ഫോമിനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. ഈ ഫോം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് MLSP ഫോം ലിസ്റ്റഡ് ആയിരിക്കും, ഡയറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഫോംസ് കയറി MLSP ഫോം എടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാർ ഉണ്ടല്ലോ, ആഡ് ടു ഫേവറേറ്റ് ആണ്, അത് നമ്മൾ ഐക്കൺ ഓൺ ആക്കി ഇടുകയാണെങ്കിൽ ഇങ്ങനെ MLSP ഫോമിന് വെളിയിലായിട്ട് ഡയറക്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിടക്കും. ഒരു തവണ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ പിന്നീടുള്ള വിസിറ്റിലെല്ലാം പേഷ്യൻസിന് ഈ MLSP ഫോം ഓൾറെഡി കാണാൻ പറ്റും. അതായത് നമ്മുടെ ഫേവറേറ്റ് ആണ്, ഗ്രിഡിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന ഫോം ഇതാണെന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ആ ഒരു MLSP ഫോം സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഫോം വന്നു. ഇതാണ് നമ്മുടെ MLSP ഫോം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കെയർ ഗിവൺ ബൈ ആണ്. നമ്മളാണ് കെയർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യണം. മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ, അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്കമ്പൈൻഡ് ബൈ, നമ്മുടെ കൂടെ ആരെങ്കിലും ആ ഒരു വിസിറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരാശയാണ് എൻ്റെ കൂടെ വരുന്നതെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. പിന്നീട് വിസിറ്റ് ഡ്യൂറേഷൻ, അതായത് നമ്മൾ ആ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് ചിലവഴിച്ച സമയം എത്രയാണെന്നുള്ളത് കൊടുക്കുന്നു. പിന്നീട് മൊബിലിറ്റിയാണ്. നമ്മുടെ കേസിൽ വരുന്ന കൂടുതലും വരുന്ന മൊബിലിറ്റി എന്ന് പറയുന്നത് ഹോം ബൗണ്ടും ഇൻഡിപെൻഡൻ്റ് ആക്റ്റീവുമാണ്. ഹോം ബൗണ്ടിൻ്റെ അകത്ത് തന്നെ വീടിനകത്ത് സപ്പോർട്ടോട് കൂടി നടക്കാൻ പറ്റുന്ന ആൾക്കാരും, പിന്നീട് പുറത്ത് പോകണമെങ്കിൽ സപ്പോർട്ടോട് കൂടി പോകുന്ന ആൾക്കാരും, പിന്നെ ഇൻഡിപെൻഡൻ്റ് ആക്റ്റീവായിട്ടുള്ള ആൾക്കാരും, ഇങ്ങനെയാണ് വരിക. ഇപ്പോൾ ഞാൻ ഈ ഒരു പേഷ്യൻറ്റിനെ വോക്ക് ഇൻസൈഡ് ഹോം വിത്ത് സപ്പോർട്ടാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നീട് ആഡ് സിംറ്റംസ് കൊടുക്കാം. ആഡ് സിംറ്റംസിനകത്ത് ഞാനിപ്പം പെയിൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഒരു ആർത്രൈറ്റിസ് ഉള്ള ആളാണ്. ഇപ്പോൾ ഒരു പെയിൻ ഉണ്ട്. പെയിൻ അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. പെയിൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഡേറ്റ് കൊടുക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഡേറ്റ്, അതായത് ഈ നമ്മൾ ചോദിക്കുന്ന മെഡിക്കേഷനോ അല്ലെങ്കിൽ സിംറ്റംസോ ഡയഗ്നോസിസോ ഒക്കെ അബ്സല്യൂട്ട് ഡേറ്റ് പറയാൻ പറ്റുക
ആ വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻറ്റിനോ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കലണ്ടറിൽ നിന്ന് ഡേറ്റ് സെലക്ട് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് ക്വിക്ക് ഫൈൻഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ്റെ അകത്ത് എത്ര നാളായിട്ട് നമുക്ക് ഇപ്പോൾ അവർ പറയാണ് ഒരു 5 വർഷമായിട്ട് ഈ ഒരു പ്രശ്നമുണ്ട്, അല്ലെ എത്ര മാസങ്ങളായിട്ട് ഈ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് ഫൈൻഡർ വെച്ചിട്ട് നമുക്ക് അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു വീക്കാണ് സെലക്ട് ചെയ്യുന്നത്. വീക്ക് ആദ്യം സെലക്ട് ചെയ്തിട്ട് ഞാൻ ഒരു നമ്പർ കൊടുക്കുന്നു. അപ്പോൾ 2 ആഴ്ചയായിട്ട് ഈ ഒരു പെയിൻ നിൽക്കുന്നുണ്ടെന്ന് കൊടുത്തിരിക്കുന്നു. സ്റ്റാറ്റസ് അപ്പം ആക്റ്റീവാണ്, സിവിയർ പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ കൺഫേം ചെയ്ത് ഡണ്ണ് കൊടുക്കുകയാണ്. ഇതിനകത്ത് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്ത് നമുക്കിത് ചെറുതാക്കി വെക്കാം. അഥവാ നമ്മൾ സെലക്ട് ചെയ്ത് സിംറ്റമോ ഡയഗ്നോസിസോ എല്ലാം സെലക്ട് ചെയ്യുന്നത് അറിയാണ്ട് സെലക്റ്റായി വരുന്നതാണെങ്കിൽ നമുക്ക് ഈ ഒരു മൈനസ് യൂസ് ചെയ്ത് ഡീസെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ കൂടുതൽ സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് അനദർ സിംറ്റം കൊടുത്ത് നമുക്ക് ആഡ് ചെയ്യാം. പിന്നീടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് എനി ഹോസ്പിറ്റൽ സ്റ്റേ ആഫ്റ്റർ ലാസ്റ്റ് വിസിറ്റ്. അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന പേഷ്യൻറ്റിനെ ഇതിന് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയം തൊട്ട് ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് കാണാൻ പോകുന്ന ഈ ഒരു സമയം വരെ ഈ ഒരു ടൈം പീരീഡിനിടയ്ക്ക് അവരെപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡ് ഫില്ല് ചെയ്യാം. ഇപ്പം ഞാൻ മെയ്യിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഡ്യൂറേഷൻ ഒരു 1 വീക്ക് അഡ്മിറ്റഡ് ആയിരുന്നു എന്ന് കൊടുക്കുന്നു. റീസൺ ഡ്യൂ ടു സിവിയർ പെയിൻ. ഹോസ്പിറ്റൽ നെയിം ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് കൊടുക്കുന്നു. അടുത്തത് ഡയഗ്നോസിസ് ആണ്. ഡയഗ്നോസിസിനകത്ത് നമ്മൾ ഈ ഒരു ഡയഗ്നോസിസ് ഹിസ്റ്ററി, അതായത് നമ്മൾ നേരത്തെ വിസിറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഡയഗ്നോസിസ് ഇവിടെ ഉള്ള ഡയഗ്നോസിസ് ഹിസ്റ്ററിയിൽ കാണും. അതേ ഡയഗ്നോസിസ് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ഇവിടെ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആഡ് ഡയഗ്നോസിസ് കൊടുത്ത് നമുക്ക് കൊടുക്കാം. ഇപ്പം ഞാൻ ആർത്രൈറ്റിസ് ആണ് സെലക്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഓൺസെറ്റ് ഡേറ്റ് കൊടുക്കണം. ഡേറ്റ് കറക്റ്റ് ആ ആൾക്കോ അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാർക്കോ അറിയാമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെങ്കിൽ ക്വിക്ക് ഫൈൻഡർ എടുക്കുക. ഇപ്പം ഞാനൊരു 10 വർഷമായിട്ട് ഈ പേഷ്യൻറ്റിന് ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഇയർ സെലക്ട് ചെയ്യുക, എന്നിട്ട് 10 എന്നുള്ള നമ്പർ കൊടുക്കുക. അപ്പോൾ 10 വർഷമായിട്ട് ഈ ഒരു പ്രശ്നമുണ്ട്, അതിൻ്റെ സ്റ്റാറ്റസും സിവിയറിറ്റിയൊക്കെ കൊടുത്തിട്ട് ഡൺ കൊടുക്കുക. അപ്പം ഈ ഒരു ഡയഗ്നോസിസ് ആഡ് ആയിട്ടുണ്ട്. വേറെയും ഡയഗ്നോസിസ് ഉണ്ട്, അല്ലെങ്കിൽ ആൾ ഡയബറ്റിക് ആണ്, അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ലീപ്പാണ്. ആളുടെ സ്ലീപ്പ് ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് കൊടുക്കുക. സാറ്റിസ്ഫാക്ടറി ആണ്. ബോവൽ എങ്ങനെയാണെന്ന് കൊടുക്കുക. ഏനൽ കനാലാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നീട് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ നോ ഡിഫിക്കൽട്ടി കൊടുക്കുക. പിന്നെ ആളുടെ ബ്ലാഡർ എങ്ങനെയാണെന്നുള്ളത്, അതായത് ഡ്രൈനേജ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അജൻസിയോ റിട്ടൻഷനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂസ് കൊടുക്കുക. ടൈപ്പ് ഓഫ് ഡ്രൈനേജ് ഏതെങ്കിലും രീതിക്കുള്ള ഡ്രൈനേജ് ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ കൊടുക്കുക. പിന്നീട് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻസിൻ്റെ അകത്തുനിന്ന് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂസ് കൊടുക്കാവുന്നതാണ്. അടുത്തത് ന്യൂട്രീഷനാണ്. ന്യൂട്രീഷൻ റൂട്ട് റെയിൽസ് ട്യൂബാണോ ഓറലാണോ എന്നൊക്കെ ഉള്ളത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. പിന്നീട് അപ്പറ്റൈറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കുക. അപ്പറ്റൈറ്റ് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ അത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഓപ്ഷൻസിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. അടുത്തത് ഡയറ്റ് ആസ് പെർ റിക്വയർമെൻറ്റ് ആൻഡ് മെഡിക്കൽ കണ്ടീഷൻ. ഇപ്പോഴത്തെ മെഡിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് ഏതെങ്കിലും ഡയറ്റ് റിക്വയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. പിന്നെ അടുത്തതെന്നൊക്കെ പറയുന്നത് നമ്മുടെ അസസ്മെൻറ്റാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ വിഷൻ അസസ് ചെയ്യുന്നു, നമ്മൾ അസസ് ചെയ്തിട്ട് ആൾക്ക് എന്തെങ്കിലും ഫർദറായിട്ട് ചെയ്യേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നീഡ്സ് ഫർദർ ഇവാലുവേഷൻ കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നോ നീഡ് ഫോർ ഫർദർ ഇവാലുവേഷൻ കൊടുക്കുക. ഹിയറിങ് അതുപോലെ നോക്കാം. ഹിയറിങ്ങും എന്തെങ്കിലും ഫർദർ ഇവാലുവേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നീഡ്സ് ഫർദർ ഇവാലുവേഷൻ കൊടുക്കുക, ഇല്ലെങ്കിൽ നോ നീഡ് കൊടുക്കുക. സ്പീച്ചും അതുപോലെ നമ്മൾ നോക്കിയതിന് ശേഷം ഫർദർ ഇവാലുവേഷൻ ആണെങ്കിൽ നീഡ്സ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ നീഡ് കൊടുക്കുക. അതുപോലെ ഓറൽ ഹെൽത്തും ഫർദർ ഇവാലുവേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ നീഡ് കൊടുക്കുക. പിന്നീടുള്ളത് നമ്മൾ എക്സാമിൻ ചെയ്തിടുന്ന ബാക്കി കാര്യങ്ങൾ, പൾസ് എത്രയാണ് ആ ഒരു പേഷ്യൻ്റ് എന്ന് നമ്മൾ കൊടുക്കുക. ബ്ലഡ് പ്രഷർ നമ്മൾ നോക്കിയിട്ടുള്ള സിസ്റ്റോളിക്ക് എത്രയാണെന്നുള്ളത് കൊടുക്കുക, ഡയസ്റ്റോളിക്ക് എത്രയാണെന്നുള്ളത് കൊടുക്കുക.
പിന്നെ റെസ്പിറേറ്ററി റേറ്റ് ഏതാണെന്നുള്ളത് കൊടുക്കുക. പിന്നെ SpO2 പെർസെൻറ്റേജിൽ എത്രയാണെന്നുള്ളത് കൊടുക്കുക. പെയിന് ഇപ്പോൾ കാണുന്ന ഈ ഒരു വിസിറ്റിൽ ആൾക്ക് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സിംറ്റംസിൽ പെയിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പെയിനിൻ്റെ സിവിയറിറ്റി ഇതിനകത്ത് കൊടുക്കുക. പെയിൻ ഒന്നും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നോ പെയിൻ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സിവിയറാണ് കൊടുക്കുന്നത്. പിന്നെ ബ്ലഡ് ഷുഗർ എത്രയാണെന്നുള്ളത് കൊടുക്കാം. പിന്നെ ഹീമോഗ്ലോബിൻ നോക്കിയിട്ട് അതും കൊടുക്കാവുന്നതാണ്. എന്നിട്ടുള്ളത് ഹെഡ് ടു ഫൂട്ട് എക്സാമിനേഷനാണ്. ഹെഡ് ടു ഫൂട്ട് എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡാൻഡ്രഫ് ഉണ്ടോ ആൾക്ക്, അല്ലെങ്കിൽ ഐസിന് ഇച്ചിങ് ഉണ്ടോ, അല്ലെങ്കിൽ ഡ്രൈനസ് ഉണ്ടോ, അങ്ങനെ എല്ലാം നമ്മൾ നോക്കിയിട്ട് ഹെഡ് ടു ഫൂട്ട് എക്സാമിനേഷൻ നമ്മൾ കണ്ടെത്തിയ ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ഡ്രൈ മൗത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് ഓൺ ഗോയിങ് മെഡിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇവിടെയും മെഡിക്കേഷൻ ഹിസ്റ്ററി ഉണ്ട്. നമുക്ക് നേരത്തെ കണ്ട ആളാണ്, കണ്ട ആൾക്ക് നമ്മൾ നേരത്തെ മെഡിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻ ഹിസ്റ്ററിയിൽ നിന്ന് അത് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് അതിൻ്റെ സ്റ്റാറ്റസ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആഡ് മെഡിക്കേഷൻ കൊടുക്കുക. ആഡ് മെഡിക്കേഷൻ്റെ അത് ഞാനിപ്പോൾ ഡൈക്ലോഫിനേക്കാണ് നോക്കുന്നത്. ഡൈക്ലോഫിനേക്ക് ടാബ്ലറ്റ് സോഴ്സ് പേഷ്യൻ്റാണ് പറഞ്ഞത്, അല്ലാതെ വേറെ ആരെങ്കിലും ആണോ എന്നുള്ളത്, ഇങ്ങനെ പ്രാക്ടീഷണർ ആണോ അല്ലെങ്കിൽ റിലേറ്റഡ് പേഴ്സൺ ആണോ ഈ ഒരു നെയിം നമ്മളോട് പറഞ്ഞതെന്നുള്ളത് കൊടുക്കുക. പിന്നെ സ്റ്റാറ്റസ് കൊടുക്കാം. ഡോസേജ് ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ളത് കൊടുക്കുക. ഞാനിപ്പോൾ നൈറ്റ് മാത്രമായിട്ട് കൊടുക്കുകയാണ്. പിന്നെ മെഡിക്കേഷൻ ടേക്കൺ ബിറ്റ്വീൻ എത്ര നാൾ ആയിട്ട് മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു പെയിൻ 2 ആഴ്ച കൊടുത്തിട്ടുണ്ടായതുകൊണ്ട് ആ ഒരു 2 ആഴ്ച സെലക്ട് ചെയ്യുകയാണ്. 2 ആഴ്ചയായിട്ട് ഇതുണ്ട്. എൻഡ് ഡേറ്റ് കൊടുക്കണം എന്നില്ല ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ. പിന്നെ റീസൺ കൊടുക്കുക, ഡ്യൂ ടു പെയിൻ. ഇത് കൂടാതെ എന്തെങ്കിലും നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സെപ്പറേറ്റ് ഉള്ള നോട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാതെ തന്നെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെയും കൂടെ ഇങ്ങനെ ഒരു നോട്ട് അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എക്സ്ട്രാ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ നോട്ടിൻ്റെ ആ ഒരു ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് അസിസ്റ്റീവ് ഡിവൈസസ്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള അസിസ്റ്റീവ് ഡിവൈസസ് ആ ഒരു പേഷ്യൻ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാനൊരു അഡ്ജസ്റ്റബിൾ വാക്കിംഗ് സ്റ്റിക്കാണ് സെലക്ട് ചെയ്യുന്നത്. ഒന്നിൽ കൂടുതൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് സൈക്കോ സോഷ്യൽ സപ്പോർട്ടാണ്. സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ആവശ്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ആണോ, അഡ്വക്കേറ്റ് ആണോ, നീഡ്സ് അർജൻറ്റ് ഇൻ്റർവെൻഷൻ ആണോ, അത് നോക്കിയിട്ട് അത് കൊടുക്കുക. പിന്നെ നഴ്സിംഗ് കെയർ റിക്വയർഡ്, അത് എന്തൊക്കെയാണെന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ ഇതിനകത്ത് എല്ലാ നഴ്സിംഗ് കെയറും ആഡാണ്. ഇതിനകത്തു നിന്ന് ഞാൻ ഹെഡ് ടു ഫുട്ട് എക്സാമിനേഷൻ ചെയ്തു എന്നുള്ളത് ചെയ്യുന്നു. പിന്നെ എന്തെങ്കിലും അഥവാ ഏതെങ്കിലും കെയർ കൊടുത്തിട്ടില്ല, ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആക്റ്റീവായിട്ടുള്ള ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ വേറെ കെയറൊന്നും നമ്മൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നോ കെയർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ സ്പെസിഫിക് അഡ്വൈസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇപ്പം ഡയബറ്റിക് ഡയറ്റോ അല്ലെങ്കിൽ ലോ സോൾട്ട് ഡയറ്റോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക. ഇവിടെ ഇപ്പം ഞാൻ ഓറൽ കെയർ കൊടുത്തു എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. പിന്നീടുള്ളത് കെയർ പ്ലാനാണ്. ആ ഒരു പേഷ്യൻറ്റിന് മാത്രമായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള കെയർ പ്ലാൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇപ്പം ഞാൻ ബാലൻസ്ഡ് ഡയറ്റ് വേണമെന്ന് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നീട് സേഫായിട്ടുള്ള മൊബിലിറ്റി പ്രാക്ടീസ് ചെയ്യണം. ഡിവൈസ് കൊടുക്കണം. ഇത്രയാണ് ഞാൻ ആ ഒരു പേഷ്യൻറ്റിന് അന്നേ വിസിറ്റിൽ നിന്നും മനസ്സിലാക്കിയിട്ട് കൊടുത്ത കെയർ പ്ലാൻ. പിന്നെ ഏതെങ്കിലും സർവീസിന്, അതായത് സെക്കൻഡറിക്കോ അഥവാ ഈ പേഷ്യൻ്റ് സെക്കൻഡറിക്ക് പോകേണ്ട ആളാണ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും സർവീസിന് ഇപ്പോൾ ഒരു NGOയ്ക്ക് അങ്ങാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ടു സർവീസിൻ്റെ അകത്ത് ലിങ്ക് ടു ഇന്ന ഫെസിലിറ്റി അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഉള്ളത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് ടെലി കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്.
ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഇപ്പോൾ യെസ് കൊടുക്കുകയാണെങ്കിൽ ആ ഡോക്ടറിൻ്റെ പേരെന്താണ്, ഡിസ്കഷൻ എന്തായിരുന്നു, അഡ്വൈസ്ഡ് മെഡിസിൻ എന്താണെന്നുള്ളത് നമ്മൾ കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു ടെലി കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ നോ കൊടുക്കുകയാണ്. നോ കൊടുത്ത് ഫോം സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ MLSP ഫോം. അത് നമ്മൾ സബ്മിറ്റ് ചെയ്തു. പക്ഷെ ആലോചിക്കുക, നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഒരു എൻകൗണ്ടർ, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത അന്നത്തെ എൻകൗണ്ടർ പ്ലാൻഡ് ആണ്. ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ആ ഒരു സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് ആവില്ല, പ്ലാൻഡിൽ തന്നെ കിടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പ്ലാൻഡ് എന്നുള്ള ഈ ഒരു സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് ആക്കണം. എങ്ങനെ? എൻകൗണ്ടർ ആക്ഷൻസ് എന്ന് പറഞ്ഞ് ദേ ഇവിടെയായിട്ട് നമുക്ക് ഒരു ഗ്രീൻ ബട്ടൺ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം മാർക്ക് ആസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണും. നോക്കുക, ഇവിടെ പ്ലാൻഡ് എന്നാണ് കിടക്കുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്നതാണ് പ്ലാൻഡ് എന്നുള്ള സ്റ്റാറ്റസ്. ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രം അത് കംപ്ലീറ്റ് ആവില്ല. സബ്മിറ്റ് ചെയ്ത് ഇതേ പേജ് തിരിച്ചു വരുന്നു. ഇവിടുന്ന് എൻകൗണ്ടർ ആക്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ മാർക്ക് ആസ് കംപ്ലീറ്റ് ഉണ്ട്, അത് നമ്മൾ കൊടുക്കണം. മാർക്ക് ആസ് കംപ്ലീറ്റഡ് കൊടുത്ത് മാർക്ക് ആസ് കംപ്ലീറ്റ് കൊടുക്കുമ്പോൾ ആ സ്റ്റാറ്റസ് മാറി കംപ്ലീറ്റഡ് ആവുന്നു. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു വിസിറ്റ് ഫുള്ളാവുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പോയ വിസിറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു പേഷ്യൻ്റ് വിസിറ്റ് നടത്തി MLSPമാർ അവരുടെ ഫോം ഫില്ല് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.